ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കന്റ് നഗരത്തിന്റെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പിൽ കാണുന്ന ഓരോ മനുഷ്യരും കൗതുകമുളവാക്കുന്നുണ്ട്. എല്ലാവരെയും കാണാൻ തന്നെ നല്ല രസമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നീറ്റ്ലി ഡ്രസ്ഡ് ആണ് എല്ലാവരും. ചോർസു ബസാറിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം അവിടെ നിന്നും പോയ ടാക്സിയുടെ ഡ്രൈവറുടെ ചോദ്യം മുഴുവൻ ഹിന്ദി സിനിമകളെ പറ്റിയും അമിതാഭ് ബച്ചനെ പറ്റിയും രാജ് കപൂറിനെ പറ്റിയും മിഥുൻ ചക്രവർത്തിയെ പറ്റിയും ഒക്കെ ആയിരുന്നു. ഇവരെല്ലാം തന്നെ ഹിന്ദി സിനിമകളുടെ ഫാൻസാണ്, പ്രത്യേകിച്ച് അല്പം മുതിർന്നവർ. ഈ ജനറേഷനിലുള്ള ഹിന്ദി നടന്മാരെ അവർക്ക് അത്ര പരിചയം പോരാ. ഇവർക്കൊക്കെ അറിയാവുന്നത് കൂടുതലും പഴയ ആളുകളെയാണ്. ഇവർക്ക് നമ്മൾ ഇന്ത്യൻസിനോട് ഭയങ്കര ഇഷ്ടവും ബഹുമാനവുമാണ്. ഇവരുടെ വിചാരവും ഹിന്ദി സിനിമകളിലൊക്കെ പോലെ പാട്ടൊക്കെ പാടി ആഘോഷിച്ചാണ് നമ്മുടെയൊക്കെ ജീവിതമെന്നാണ്. നമുക്കെല്ലാം അറിയൂ സത്യം. ടാക്സി ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തു. രാജ്യത്തിൻ്റെ തന്നെ പേരിലുള്ളൊരു ഹോട്ടൽ. ഇത് മാത്രമല്ല ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത, കാഴ്ചയിൽ തന്നെ നമ്മൾ നോക്കി നിന്ന് പോകുന്ന തരത്തിലുള്ളൊരു കെട്ടിടം. മിക്കപ്പോഴും ഉസ്ബെക്കിസ്ഥാൻ്റെതായി കാണുന്ന പല ബ്രോഷറുകളിലും പോസ്റ്ററുകളിലുമൊക്കെ ഈ ഹോട്ടലിൻ്റെ ചിത്രവും കാണാനായി കഴിയും. ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നാണ് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് സിറ്റി ടൂർ ബസ്സുകളൊക്കെ യാത്ര ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ ബഡ്ജറ്റ് യാത്രക്കാർക്ക് സിറ്റി ചുറ്റി കാണാനുള്ള നല്ല ഓപ്ഷനാണ് ഈ ബസ്. ഹോട്ടലിൻ്റെയൊക്കെ അടുത്തായി വേറെയും മനോഹരമായ ചില കെട്ടിടങ്ങളുണ്ട്. ഇവിടെ നിന്നും പിന്നീട് യാത്ര പോയത് മിനോർ മോസ്കിലേക്കാണ്. നമ്മുടെ താജ്മഹൽ ഉൾപ്പെടെ പല സുന്ദരമായ കെട്ടിടങ്ങളുടെയും മിനാരങ്ങളുടെയും മോസ്കുകളുടെയും ഒക്കെ പിന്നിൽ ഉസ്ബെക്കിലെ ആർക്കിടെക്ചർ വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിനു പ്രധാന കാരണം മുഗൾ ചക്രവർത്തിമാർ ഉസ്ബെക്ക് വംശജരാണ് എന്നതാണ്. അല്ലെങ്കിൽ മധ്യേഷ്യയിൽ നിന്നും വന്നവരാണ് ഇവരെല്ലാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ മിക്ക മോസ്കുകളും അതുകൊണ്ട് തന്നെ ഉസ്ബെക്ക് ശൈലിയിലാണ്. 2014 ഈ മോസ്ക് ഓപ്പൺ ചെയ്തത്. വളരെ വൃത്തിയായിട്ട് ഇവരിത് സൂക്ഷിക്കുന്നു. ഓരോ കോണിലും സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മോസ്ക് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത് വെള്ളയും നീലയും നിറത്തിലുള്ള ഈ കളർ കോമ്പിനേഷൻ കൊണ്ടാണ്. ഇതിലെ ഡിസൈനുകളും നമ്മുടെ കണ്ണുകളെ ആകർഷിക്കും. അകത്തേക്ക് കയറുമ്പോൾ വളരെ ഭംഗിയായി ട്രിം ചെയ്ത് നിർത്തിയിരിക്കുന്ന ചെടികൾ കാണാം. പ്രത്യേകിച്ച് ആ ഇലകളിലേക്ക് കാറ്റൊക്കെ അടിക്കുമ്പോൾ ആ കാണുന്ന കാഴ്ച മനോഹരമാണ്. നല്ല വലുപ്പമുള്ള വീതിയുള്ള ഈ മോസ്ക് ഉസ്ബെക്കിലെ അത്യാവശ്യം വലുപ്പമുള്ള മോസ്കുകളിലും ഒന്നാണ്. നീല നിറത്തിലുള്ള ഈ ഡോം വളരെ ദൂരെ നിന്ന് തന്നെ നമ്മുടെ കണ്ണുകളെ ആകർഷിക്കും. കുറച്ചധിക നേരം മോസ്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. ഇവിടെ നിന്നും പിന്നീട് പോയത് നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനം നൽകുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ്. ഒരു ഇന്ത്യക്കാരൻ്റെ പേരിലുള്ള സ്ട്രീറ്റ് ഈ താഷ്കന്റ് നഗരത്തിലുണ്ട്. അത് മറ്റാരുടെയും പേരിലല്ല, ഈ നഗരത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പേരിലാണ്. ഇവിടെ വെച്ച് മരണമടഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. മരണപ്പെട്ടതാണോ കൊല്ലപ്പെട്ടതാണോ എന്ന് ഇപ്പോഴും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. കാരണം അതേപോലെ മിസ്റ്റീരിയസ് ആണ് ഇന്നും ആ മരണം. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും പണ്ട് മുതലേ ഉസ്ബെക്കിസ്ഥാൻ എന്ന രാജ്യത്ത് താഷ്കന്റ് പട്ടണത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിൽ ശാസ്ത്രി സ്ട്രീറ്റ് ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ പ്രതിമ അവിടെ ഉണ്ടെന്നും കേട്ടിട്ടുണ്ടായിരുന്നു. എന്നെങ്കിലും അവിടെ പോയത് കാണണമെന്ന് കേട്ടപ്പോൾ ആഗ്രഹവും തോന്നിയിരുന്നു. ഇന്ന് ആ ആഗ്രഹം സഫലമായി. പക്ഷേ ഗൂഗിൾ മാപ്പ് ശാസ്ത്രി സ്ട്രീറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടെത്തിച്ചത് ഈ ഒരു ബോർഡിൻ്റെ അടുത്താണ്. ഈ ബോർഡല്ലാതെ വേറെ ഒന്നും തന്നെ അവിടെ കണ്ടില്ല. കുറേ നേരം അവിടെയൊക്കെ ചുറ്റും നടന്ന് സ്ട്രീറ്റോ പ്രതിമയോ ഒക്കെ തപ്പിയെങ്കിലും ഒന്നും കണ്ടില്ല. കുറേ അലച്ചിലിനൊടുവിൽ സ്ട്രീറ്റ് വേറെ ഏതോ ഭാഗത്താണെന്ന് മനസ്സിലായി. ഇത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള റോഡ് മാത്രമായിരിക്കാം. സ്ട്രീറ്റ് തപ്പി നടക്കുന്ന സമയത്ത് മറ്റൊരു ബോർഡ് കൂടി കണ്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നി. പല രാജ്യത്തും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ പേരിൽ റോഡുകളും സ്റ്റാച്ചു ഒക്കെ ഉണ്ടെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ കൺമുൻപിൽ ഈ പേര് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ശരിക്കും മനസ്സ് നിറഞ്ഞു എന്ന് പറയാം. ഒടുവിൽ കുറേ വട്ടം ചുറ്റിക്കറങ്ങി കാണണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്ന ശാസ്ത്രി സ്ട്രീറ്റിലെത്തി. ഒരു സ്ട്രീറ്റിൻ്റെ ഓരത്ത് ഒരു പാർക്കിൻ്റെ വശത്തായി ചെറിയ പുഞ്ചിരിയോടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിമയും കണ്ടു. 1966 ജനുവരി മാസം 11 താഷ്കന്റ് പട്ടണത്തിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞത്. 1965 ഇൻഡോ പാക് യുദ്ധത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലായിരുന്നു ഈ താഷ്കന്റിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സമാധാന ഉടമ്പടി, താഷ്കന്റ് ഉടമ്പടി ഒപ്പിടാനാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. രാത്രിയിൽ ഹോട്ടലിൽ വിശ്രമിക്കുകയായിരുന്ന അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും പൊടുന്നനെ അദ്ദേഹം മരണപ്പെടുകയുമായിരുന്നു. ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർമാരും മറ്റു വിദഗ്ധരും ഹൃദയാഘാതമെന്ന് പറഞ്ഞുവെങ്കിലും പോസ്റ്റ്മോർട്ടവും മറ്റും ചെയ്യാതെ അദ്ദേഹത്തെ സംസ്കരിച്ചതുകൊണ്ട് പിന്നീട് അത് ദുരൂഹതയ്ക്ക് കാരണമായി. പോയിസണിങ്ങിൻ്റെ സാധ്യതയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ പരാതിപ്പെട്ടിരുന്നു. പിന്നീട് നടന്നൊരു അഭിമുഖത്തിൽ, വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒരു അഭിമുഖത്തിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ CIA ഉദ്യോഗസ്ഥൻ റോബർട്ട് ക്രൗലി മരണത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് പറഞ്ഞു. എന്നാൽ മരണത്തിന് പിന്നിൽ അമേരിക്കയല്ല തങ്ങളാണെന്ന് പറഞ്ഞ് പാകിസ്ഥാനിലെ ചിലരും മുന്നോട്ട് വന്നിരുന്നു.
അവിടേക്ക് വിളിച്ചു വരുത്തിയ സോവിയറ്റ് യൂണിയൻ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് മറ്റൊരു വേർഷൻ. ഇതൊന്നും പോരാഞ്ഞ് ഈ മരണത്തിന് പിന്നിൽ ഇന്ത്യക്കാർക്ക് തന്നെ വലിയ പങ്കുണ്ടെന്നൊരു വേർഷനും നിലവിലുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും യഥാർത്ഥമായ കാരണം മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ചെറുചിരിയോടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിമ കുറേയേറെ നേരം നോക്കി നിന്നു. ഇതുവഴി നടന്നു പോകുന്നവർക്ക് എന്നും കാണുന്ന കാഴ്ചയായതുകൊണ്ട് തന്നെ ഇതിൽ വലിയ കൗതുകമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ പ്രതിമ ഒരു സ്ട്രീറ്റിൻ്റെ ഓരത്ത് അധികം ശ്രദ്ധ കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു അനുഭവമാണ് തോന്നിയത്. എന്തു തന്നെയായാലും കാലം ഇത്ര കഴിഞ്ഞിട്ടും ബിഗ്ഗസ്റ്റ് അൺസോൾവ് മിസ്റ്ററീസിൽ ഒന്നായി ഈ മരണം ഇന്നും ചരിത്രത്തിൽ നിലനിൽക്കുന്നു.